വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ ഇതെന്താണ് കട്ട് പീസ് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോണേ, കട്ട് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ ഇവണ്ട് പറയണതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പറ്റും, അതിനൊക്കെ നമുക്ക് പറ്റും. കട്ട് പീസ് വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. സെയിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ കലംകാരി മെറ്റീരിയൽ സെയിൽ ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ ആ സമയത്തൊക്കെ മെറ്റീരിയലായിട്ട് പോകാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് പോയിട്ടുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ നിന്ന് എല്ലാവരും വാങ്ങിക്കണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഓരോ ബിസിനസ്സുകാർക്കും ഓരോ സ്ട്രാറ്റജി ആണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കോംപ്ലിമെൻ്റ് ആയിട്ട് എന്തെങ്കിലും മീൻസ് വളയോ അല്ലെങ്കിൽ കമ്മലോ അല്ലെങ്കിൽ കുഞ്ഞ് പൗച്ചൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെയൊക്കെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുമായിരുന്നു. വാങ്ങുന്നവർക്ക് അതൊരു ഹാപ്പി അല്ലേ. അപ്പോൾ പിന്നെ പിന്നെ അവരത് തയ്ക്കാൻ ചോദിക്കുമ്പോൾ അത് എക്സ്ട്രാ ചോദിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പൈസ വാങ്ങും. നമ്മൾ കൊടുക്കുന്നതും അവർ ഓർഡർ ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടല്ലോ. അത് തെറ്റൊന്നും അല്ല കേട്ടോ, അതൊക്കെ കറക്റ്റ് നമ്മൾ ബിസിനസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ ഒരു കലങ്കാരി മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ബാംഗിൾസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ നിന്ന് കൂടുതൽ പോയിട്ടുള്ളത് ഈ ഒരു കലങ്കാരി ബാംഗിൾസ് ആയിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയുള്ള ബാംഗിൾസ്, ഇതൊക്കെ നമ്മൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജൂട്ടിൻ്റെയും അതുപോലെ ഇങ്ങനത്തെ കലങ്കാരി മെറ്റീരിയലിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടോ. ഞാനിങ്ങനെ ഇവിടെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ, ഡൽഹിയിൽ ഇവിടെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ കലങ്കാരി മെറ്റീരിയലിൻ്റെ ബാംഗിൾ ചോദിച്ചപ്പോൾ രണ്ടെണ്ണത്തിന് 150 റുപ്പീസാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാനത് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കി. ഡ്രസ്സിൻ്റെ കൂടെ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരാൾ പോലും ഞാൻ കൊടുത്തതെന്ന് ആര് പോലും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് പിന്നെയും ചോദിക്കുകയാണ് ചെയ്തത്. അപ്പം അതുപോലെ നമുക്ക് എല്ലാ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ബിസിനസ് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം, അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണമല്ലോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ ബാംഗിൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസ് വരുന്നത് പോലെ വേറെ എന്തെങ്കിലും ഇയറിങ്ങോ അതുപോലെ പൗച്ചോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഈ കട്ട് പീസ് വെച്ച് ചെയ്യണമെന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാട്ടോ. എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ബാംഗിൾ എങ്ങനെ ചെയ്തതെന്നുള്ളത് കാണിക്കാം. അപ്പം ഇതേപോലെയുള്ള ഒരു ബാംഗിളാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് വീതിയുള്ള ടൈപ്പ് ബാംഗിൾ വാങ്ങിക്കുകയാണ് നല്ലത്. ഇതൊക്കെ ആമസോണിൽ കിട്ടും കേട്ടോ. ഇങ്ങനത്തെ ബാംഗിൾ ബേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇങ്ങനത്തെ തന്നെ ഞാൻ സിൽക്ക് ത്രെഡിന്റെ മുന്നേ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ബേസ് തന്നെയാണ് ഇത്. അപ്പൊ ഇതിന്റെ അളവ് വരുന്നത് ഇതൊരു 1 ഇഞ്ചാണ് ഈ ഒരു സൈഡ്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ 2 ഇഞ്ചാണ്. ഒരു ഇച്ചിരിയും കൂടെ കൂട്ടിയിട്ട് എടുക്കുക. അതുപോലെ നീളം വരുന്നത് നമുക്ക് 9 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു 1/4 കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു അളവില് 9 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഫ്ലവർ ഒക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്ന ടൈപ്പ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ വള വെക്കുമ്പോൾ നല്ല ഭംഗിയിൽ അതിന്റെ ഡിസൈൻ ഒക്കെ കാണുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സൈഡ് മടക്കി എടുക്കണം. ഒരു സൈഡ് മടക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു സൈഡ് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ മുഴുവൻ ഒട്ടിച്ച് ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഇവിടെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഒട്ടിക്കാം. ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് മടക്കിയെടുക്കാം. ഉള്ളിലോട്ട് ഒട്ടിക്കാം. ഉള്ളിലോട്ട് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല പോലെ മടക്കി വെക്കണം കേട്ടോ. ഇവിടെ ചുളിവൊന്നും വരാൻ പാടില്ല. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. നല്ലപോലെ വലിച്ചു വെച്ചിട്ട് വേണം മടക്കാൻ. ഈ ഒരു സൈഡ് ഒട്ടിച്ചു. ഇനി നമ്മളിവിടെ മടക്കി വെച്ച ഈ സൈഡില്ലേ, അത് ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് കവർ ചെയ്യാം.
അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഒട്ടിച്ചെടുത്തു കേട്ടോ. അതെ, അടിപൊളി കലംകാരി ബാംഗിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമല്ലേ, ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ബാംഗിൾസ് ആണ് ഇതൊക്കെ. ഇത് സാധാ കോട്ടൺ ആണ് കേട്ടോ, നോർമൽ കോട്ടൺ ആണ്, ഒരു ഇൻഡിഗോ ടോപ്പിന്റെ ആണ്. ഇത് കലംകാരി, ഇത് ഇക്കട്ടിന്റെ ആണ്, ഇക്കട്ട് പ്രിന്റ് ആണ്. ഇതുപോലെ ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു ഇക്കട്ടിന്റെ, അതിന്റെ ബാക്കി വന്നതുകൊണ്ട് ചെയ്തതാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ ഇക്കട്ടിന്റെയും കലങ്കാരിയും ഒക്കെയാണ് എൻ്റെ കുറെ പോയിട്ടുള്ളത് കേട്ടോ. ആദ്യമൊന്നും പൈസ ഇല്ലാണ്ടാണ് ഞാൻ കൊടുത്തിരുന്നത്, പിന്നെ ഇങ്ങനെ കസ്റ്റമേഡ് ആയിട്ട് ചോദിച്ച് വരുന്നവർക്കാണ് ഞാൻ പ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കലംകാരിയുടെ ഒക്കെ 2 സെറ്റ് 150 റുപ്പീസ്, അങ്ങനെയാണ് 2 സെറ്റ് ആയിട്ടാണ് കൂടുതലും മേടിക്കുക. അപ്പോൾ 2 സെറ്റ് 150 റുപ്പീസിനൊക്കെ ആയിട്ടാണ് കൊടുത്തിരുന്നത്. പലരും റേറ്റ് അങ്ങനെ ചോദിക്കാറുണ്ട് ഓരോന്നിന്റെയും, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇങ്ങനെ കട്ട് പീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാം. അപ്പൊ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ, കട്ട് പീസ് വെച്ചിട്ടുള്ള ഐഡിയാസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.